ഇന്ന് ഞങ്ങൾ ആഗ്രയിലെ താജ് ഹോട്ടലിലാണ്. ഹിമാലയൻ സ്പിറ്റി വാലി യാത്ര കഴിഞ്ഞ് നന്നായി ടയേർഡായിരുന്നു. ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. അവിടെ എത്തി ചെക്ക് ഇൻ ചെയ്തതിനു ശേഷം റൂമിലേക്ക് പോവുകയാണ്. ഇവിടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ലൈവ് പെർഫോമൻസ് ഉണ്ട്. ഇവരുടെ ഹോസ്പിറ്റാലിറ്റി വളരെ മികച്ചതാണ്. അത് പറയാതിരിക്കാൻ വയ്യ. ഇവിടുത്തെ മികച്ച ഫെസിലിറ്റീസിനൊപ്പം ഈ സ്റ്റാഫുകളുടെ സമീപനവുമാണ് നമുക്ക് നല്ലൊരു അനുഭവം സമ്മാനിക്കുന്നത്. റൂമിലെത്തി കുട്ടികൾ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാൻ തിരക്ക് കൂട്ടിക്കൊണ്ടേയിരുന്നു. റൂമിലെത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ റിസപ്ഷനിൽ നിന്നും വിളിച്ച് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ പപ്പറ്റ് ഷോയും കുറച്ച് പ്രോഗ്രാംസും ഉണ്ടെന്ന് അറിയിച്ചു. ആദ്യം സ്വിമ്മിംഗ് പൂളിലേക്ക് നടന്നു. ഇവിടെ 2 സ്വിമ്മിംഗ് പൂളുകളുണ്ട്. ഒന്ന് റൂഫ് ടോപ്പിലും മറ്റൊന്ന് സെക്കൻഡ് ഫ്ലോറിലും. ഞങ്ങൾ റൂഫ് ടോപ്പിലേക്കാണ് പോയത്. ഇതിനെ ഇൻഫിനിറ്റി പൂൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ ഈ നഗരത്തിൻ്റെ അനന്തമായ കാഴ്ച കാണാം, ഒപ്പം താജ്മഹലും. ചേട്ടൻ്റെ നീന്തൽ പരിശീലനത്തിനു ശേഷം അനിയൻ നീന്താൻ തുടങ്ങി. ഏഴുമണിയോടെ ഇവിടുത്തെ പൂൾ ടൈം കഴിഞ്ഞു. ഇനി റൂമിൽ ചെന്ന് ഫ്രഷായി താഴെയുള്ള പ്രോഗ്രാംസ് കാണാൻ പോകണം. ഗ്രൗണ്ട് ഫ്ലോറിൽ ചെന്നപ്പോൾ ഒരു പോട്ടറി വർക്ക്ഷോപ്പ്. ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ആദ്യം ധ്യാൻ ഈ മാഷിൻ്റെ സഹായത്തോടെ ഒരു ചെറിയ പാത്രം ഉണ്ടാക്കി. കറങ്ങുന്ന വീലിലുള്ള ക്ലേ സൂക്ഷ്മതയോടെ പരുവപ്പെടുത്തി. അടുത്തത് എൻ്റെ ഊഴമാണ്. ഇതൊരു തെറാപ്പിയാണ്. നമ്മുടെ കൈകളിലൂടെ ഒരു വസ്തു രൂപപ്പെട്ടു വരുന്നത് വല്ലാത്തൊരു സന്തോഷം തരും. ഇനി ആഗ്രയിലെ നൈറ്റ് ലൈഫ് കാണാൻ ഒരു കറക്കം. പിറ്റേന്ന് കുറച്ച് വൈകിയാണ് എണീറ്റത്. റെഡി ആയതിനു ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനെത്തി. നല്ല തിരക്കാണിവിടെ. പരിചയമുള്ളതും ഇല്ലാത്തതുമായ പലവിധ ഭക്ഷണങ്ങൾ. കുറച്ചു സമയമെടുത്ത് തന്നെ എല്ലാം ഒന്ന് ട്രൈ ചെയ്തു. ഭക്ഷണമെല്ലാം കഴിച്ച് അവിടെ നിന്നും ഇറങ്ങി. ഇനി ഹോട്ടൽ മുഴുവനായൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. ആദ്യം അവിടുത്തെ വെൽനസ് ക്ലബിലേക്ക് കയറി. ഇതാണ് ഇവിടുത്തെ ജിം. ഇത് സെക്കൻഡ് ഫ്ലോറിലെ സ്വിമ്മിംഗ് പൂളാണ്. ഇത് ഇവിടുത്തെ കിഡ്സ് ക്ലബ്ബാണ്. കുട്ടികൾ കുറച്ചുനേരം ഇവിടെയെല്ലാം കളിച്ചു.
കിഡ്സ് റൂമിനോട് ചേർന്നുള്ള മുറിയിൽ താജ്മഹലിൻ്റെ ഒരു രൂപമാതൃക ഉണ്ടാക്കി വച്ചിരിക്കുന്നത് കണ്ടു. പിന്നീട് എല്ലാം പാക്ക് ചെയ്ത് താഴെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തി. ഈ ആസ്ട്രോളജറുടെ സഹായത്തോടെ നമ്മുടെ ഭാവി അറിയാനുള്ള സേവനവും ഇവിടെ ലഭ്യമാണ്. ഇതാണ് ഞങ്ങളുടെ താജിലെ ഒരു ദിവസം.